ഓക്കെ, ഇനി നമുക്ക് മൊഡാലിൽ നോക്കാം. മൊഡാലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിതിൽ കമ്പോണൻസ് പോയിട്ട് മൊഡാൽ എന്നുള്ളതാണ് എടുക്കുക. അതിലേറ്റവും സിമ്പിൾ മൊഡാലിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, എന്താണ് ഏറ്റവും സിമ്പിൾ മൊഡാൽ? കോഡ് എടുക്കുക. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് മൊഡാൽ, ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യുക. മൊഡാൽ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓവറായി അതിൻ്റെ കോപ്പി ചെയ്യാനും പറ്റണില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇത് ഫുള്ളായിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ അടിയിൽ ഇടുക, അതിന് കട്ട് ചെയ്തെടുത്താൽ മതി. CTRL+X. ഓക്കെ, ഇവിടെ മൊഡാൽ ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് അറിയോ? നമ്മുടെ നാവിൻ്റെ ഉള്ളിലുള്ള ഈ ബട്ടൺ ആഡ് ബ്ലോക്ക് വെക്കുമ്പോഴാണല്ലോ നമുക്ക് ആ മൊഡാൽ വരേണ്ടത്. മൊഡാൽ എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഡയലോഗ് ബോക്സ് നമ്മൾ കണ്ടില്ല അപ്പോൾ ആ സാധനം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ നാവിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും കൊടുത്താൽ മതി. എവിടെ കൊടുത്താലും സാധനം UIയിൽ കാണൂല. അത് നമ്മളെവിടെയും നമ്മളിവിടെ ഈ ബട്ടണ് ഇവിടെ അല്ലേ, അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കുക എവിടെയെങ്കിലൊക്കെ ആയിട്ട്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ബട്ടൺ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ല. യൂസ് ഡിസ്ക്ലോഷർ അതൊന്നും ആവശ്യമില്ല, ഇത്ര മതി. മോഡൽ കണ്ടൻറ്റ്, മോഡൽ ഹെഡർ, മോഡൽ ബോഡി, മോഡൽ ഫൂട്ടർ, അത്രയാണ് ഇപ്പോൾ ഇതിലുള്ളത്. മോഡാലുണ്ട്, മോഡാൽ കണ്ടൻറ്റ് ഉണ്ട്, മോഡാൽ ഹെഡർ ഉണ്ട്, മോഡാൽ ബോഡി ഉണ്ട്, അതേപോലെ മോഡാൽ ഫൂട്ടർ ഉണ്ട്. പിന്നെ മോഡാൽ ഫൂട്ടറിൽ 2 ബട്ടണുകളും ഉണ്ട്. ബട്ടൺ ഓൾറെഡി കയറ്റി. അപ്പോൾ ഈ ഈസോപ്പൺ ചേഞ്ചും അതിന് നമ്മൾ ഒരു ഇവിടത്തെ ഉണ്ടാക്കിയാൽ മതി. യൂസ് സ്റ്റേറ്റ് ഈസോപ്പൺ, അതേപോലെ ഈസോപ്പൺ ചേഞ്ച് ഒക്കെ യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഈസോപ്പൺ അല്ലല്ലേ, ഓപ്പൺ ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതിന് 2 ഇത് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ഈസോപ്പൺ ഓപ്പൺ ചേഞ്ചും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൊഡാൽ ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ UIയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഡസ് ദ ഫയൽ എക്സിസ്റ്റ് നെക്സ്റ്റ് UI റിയാക്ട് എന്നിട്ടുള്ള ഒരു സാധനം ഇല്ല എന്നോ? ഇല്ല, നമ്മൾ മൊഡാലിനാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. മൊഡാലാണ് നമ്മൾ ഇതിലുള്ളത്. ഇതിങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇവിടെ പോവുക, അപ്പോൾ ഇങ്ങനെ സജഷൻ വരും. ഓക്കെ, അപ്പോൾ അതിനങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതാണ്. അല്ലേ, പോയോ? ഓക്കെ, അപ്പോൾ മൊഡാൽ ഓപ്പൺ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ നാവ് ബാറിലെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഈസ് ഓപ്പൺ എന്നുള്ള വാല്യൂ ട്രൂ ആവണം. അപ്പോൾ ഞാനത് ട്രൂ ആക്കി കഴിഞ്ഞു. ട്രൂ ആക്കി കഴിഞ്ഞുണ്ടോ, ഓപ്പണായി. ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവണം. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇത് ഫാൾസ് ആക്കുക. അതായത് മൊഡാൽ ഓപ്പൺ ആവില്ല ഡിഫോൾട്ടായിട്ട്. എപ്പോഴാണ് ഓപ്പൺ ആവേണ്ടത്? നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ഈസ് ഓപ്പൺ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ട്രൂ ആക്കും. അപ്പോൾ അതെന്തായി, ഓപ്പണായി. ഓക്കെ, സെറ്റിലേ. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മൊഡാൽ നമ്മൾ ഡാർക്ക് മോഡ് ഡിറ്റക്ട് ചെയ്യണില്ല. നമ്മൾ ഡാർക്ക് മോഡിലാണെന്നുള്ളത്. അത് നമുക്ക് സോൾവ് ചെയ്യാനിപ്പോൾ തൽക്കാലം index.html ഉണ്ടല്ലോ, അതിൽ ഈ ബോഡിക്ക് ക്ലാസ് നെയിം ഡാർക്ക് ക്ലാസ് നെയിം എന്നല്ലേ വരിക. ഇതിന് HTML ആണ്, അപ്പോൾ അതിൽ ക്ലാസ് നേരുള്ളൂ. ഓക്കെ, ഡാർക്ക് അങ്ങനെ കൊടുത്തോക്കാം. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വേറൊരു സംഭവം കൂടി കൊടുക്കേണ്ടി വരും മിക്കവാറും. ടെക്സ്റ്റ് ഫോർഗ്രൗണ്ട് BG ഇപ്പോൾ സെറ്റ്. അതിനടുത്ത് ഞാൻ ഫിക്സ് ആവും, ആ ഇഷ്യൂ ഫിക്സ് ആവും. ഓക്കെ, ഈ 3 ക്ലാസ് നമ്മൾ index.html കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ മൊഡാൽ സെറ്റ്. ഓക്കെ, ഇനി ഈ മൊഡാലിൽ ടൈറ്റിൽ മാറ്റണം, ആഡ് ബ്ലോഗ് ആക്കണം, കണ്ടൻറ്റ് മാറ്റണം, ഫോം ആക്കണം നമുക്ക്. പിന്നെ ബട്ടൻ്റെ ആക്ഷൻസ് അത് നമുക്ക് സെറ്റാക്കാം ലാസ്റ്റ്. ഓക്കെ, അപ്പം ആദ്യം മൊഡാൽ ടൈറ്റിൽ ഉണ്ടല്ലോ മാറ്റിയിട്ട് ബ്ലോഗ് ടൈറ്റിലാക്കുക. ബ്ലോഗ് ആഡ് അല്ലെങ്കിൽ ആഡ് ബ്ലോഗ്. ഓക്കെ, ആഡ് ബ്ലോഗ് സെറ്റ്. നമുക്ക് ഈ ബോഡീൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിടാം. മൊഡാലിന് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം നമുക്ക്. മൊഡാൽ അടിയിലേക്കാണ് പോവുക. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ
സൈസ്, റേഡിയസ്, ഷാഡോ, ബാക്ക് ഡ്രോപ്പ്, ട്രാൻസ്പെറൻറ്റ്, ഒപ്പാക്ക്, ബ്ലർ, ഈസ് ഓപ്പൺ, ക്ലോസ്, ബട്ടൺ, ലാസ്റ്റ് നെയിം, പോർട്ടൽ കണ്ടെയ്നർ. ഇതിൽ കളർ കൊടുക്കാനുള്ള സാധനമൊന്നുമില്ല. തൽക്കാലം ഇപ്പോൾ ഉള്ള കളർ വെച്ച് പോവാം. നമുക്ക് CSS എല്ലാം ഫോക്കസ് ചെയ്യേണ്ട. ബാക്ക് ഡ്രോപ്പ് ഞാനൊന്ന് ബ്ലറാക്കി നോക്കട്ടെ, അങ്ങനെ ഉണ്ടാക്കാമല്ലോ. ബാക്ക് ഡ്രോപ്പ് ബ്ലർ. ബാക്ക് ഫുള്ള് ബ്ലറായി. ഓക്കെ, ഇറ്റ്സ് ഗുഡ്, നൈസ്. എനിവേയ്സ് ബാക്കി നോക്കാം. ബാക്കി ഇനി നമുക്ക് ഇവിടെ ഫോം കൊടുക്കണം. ഫോം എലമെൻറ്റ്സ് ലൈക്ക് ടൈറ്റിൽ, അതേപോലെ ഡിസ്ക്രിപ്ഷൻ, ഓതറിൻ്റെ നെയിം, ഇത്ര സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അതിന് ഇൻപുട്ട് കണ്ടിട്ടുള്ളൊരു ഇതുണ്ട്, കമ്പോണൻ്റ് ഉണ്ട്, നമുക്ക് അത് യൂസ് ചെയ്യാം. ഇൻപുട്ട് ഈ ചങ്ങായി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് നെക്സ്റ്റ് UI ആഡ് ഇൻപുട്ട്, നെക്സ്റ്റ് UI ആഡ് ഇൻപുട്ട്. ഓക്കെ, അത് ആഡായി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പി ടാഗ് ഒഴിവാക്കിയിട്ട് ഡമ്മി ഡാറ്റ ഒഴിവാക്കിയിട്ട് ഇൻപുട്ടുകൾ ഇങ്ങനെ കൊടുക്കുക. ഇൻപുട്ട് പോസ്റ്റ് CSSൻ്റെ ഉള്ളിൽ നിന്നല്ല കേട്ടോ, നെക്സ്റ്റ് UI ഇൻപുട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുക, മാറരുത്. ലേബൽ, ടൈറ്റിൽ, അതേപോലെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ അതിൽ, ബോർഡർ ഉണ്ടായിക്കോട്ടെ, പിന്നെ ടൈപ്പ് ടെക്സ്റ്റ്, ടൈപ്പ് ഡിഫോൾട്ടായിട്ട് ടെക്സ്റ്റ് കാര്യം, അപ്പോൾ അങ്ങനെ കൊടുക്കണ്ടല്ലോ. പിന്നെ അടുത്തത് 3 മതി, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ മറ്റേ ഓതറിൻ്റെ നെയിം, ഓതർ. നൈസ്. ഓക്കെ, ഇനി നമുക്കിത് ഫോം ആക്കണം. ഫോമിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ആക്കേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അടുത്ത ഫോമിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് അതിൻ്റെ സെറ്റപ്പ് നോക്കാം. ഓക്കെ.